ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഇവിടെ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ പറയുന്നത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഈ ഫലങ്ങളെ കൂടി മുൻനിർത്തി നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് നിലവിലെ ദശ, അപഹാരം, അന്തർദശ, മറ്റ് ഗ്രഹദോഷങ്ങൾ, നിലവിലെ ശുക്രൻ ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കി വേണ്ടുന്ന ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുക. നിലവിൽ ശുക്രൻ്റെ ദശ അനുഭവിക്കുന്നവരും ശുക്രൻ്റെ അപഹാരകാലത്തു കൂടി കടന്നു പോകുന്നവരും ജാതകം പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഉത്തമമായിരിക്കും. ഇന്ന് പറയുന്ന വിഷയം ശുക്രൻ രാശി മാറുകയാണ്. 2026 മാർച്ച് മാസം 2-ാം തീയതി ശുക്രൻ ഉച്ചരാശിയിൽ രാശിമാറ്റം നടത്തുന്നു. അതുമൂലം 5 രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ശുക്രൻ എന്ന് പറയുന്നത് ഒരു സ്നേഹഗ്രഹമാണ്. ദാമ്പത്യം, പ്രണയ ജീവിതം എന്നിവയിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതും ശുക്രൻ തന്നെയാണ്. അങ്ങനെയുള്ള ശുക്രനാണ് ഉച്ചരാശിയിൽ രാശി മാറി വരുന്നത്. ശുക്രൻ ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ജാതകർക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. 2026 മാർച്ച് 2-ന് മീനം രാശിയിൽ ശുക്രൻ ഉച്ചസ്ഥനാകുന്നു. നിലവിൽ കുംഭം രാശിയിലാണ് ശുക്രൻ്റെ സ്ഥിതിസ്ഥാനം. ഇതിൻ്റെ ഫലമായിട്ട് 5 രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ്. പ്രധാനമായും ദാമ്പത്യം, പ്രണയം എന്നിവയിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുകയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം, സമാധാനം എന്നിവ ഉണ്ടാവുകയും ചെയ്യും. ഇനി ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം ശുഭഫലങ്ങൾ ലഭിക്കുന്ന 5 രാശിക്കാരിൽ ആദ്യമായി വരുന്നത് ഇടവം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ശുക്രൻ സർവാഭീഷ്ട സ്ഥാനമായിട്ടുള്ള 11-ാം ഭാവത്തിലാണ് രാശി മാറി വരുന്നത്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇടവരാശിക്ക് രാശ്യാധിപനും ഇടവ ലഗ്നത്തിന് ലഗ്നാധിപനും ശുക്രൻ തന്നെയാണ്. സർവ അഭീഷ്ട സിദ്ധിയാണ് ഉണ്ടാകുന്നത്. വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. സമ്പത്തുണ്ടാകുവാനും അത് നിലനിർത്തുവാനും സാധിക്കും. ജീവിതത്തിൽ നിലവിൽ വന്നു ചേർന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുവാൻ കഴിയും, അല്ലെങ്കിൽ മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. തടസ്സങ്ങളൊക്കെ, പല രീതിയിലുള്ള തടസ്സങ്ങളും ജീവിതത്തിലുണ്ടാകും. ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നൊരു സമയമാണ്. ധനവ്യയം സുരക്ഷിതമുള്ളതാകും. പ്രണയബന്ധങ്ങൾ അനുകൂല സ്ഥിതിയിലെത്തും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നല്ല മാറ്റം പ്രതീക്ഷിക്കാം. ശത്രുദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നൊരു സമയവും കുടുംബത്തിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലൊക്കെ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് തന്നെ പറയാം. ഇടവം രാശിക്കാർക്ക് ബിസിനസ്, ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പുതിയ സ്ഥാനങ്ങളും ചുമതലകളൊക്കെ വന്നു ചേരും. ഏത് തരം വിദ്യ പരിശീലിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും. സന്താനഭാഗ്യം, വിവാഹഭാഗ്യവും വന്നു ചേരും. ഭൂമി, ഗൃഹം എന്നിവ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ്.
ഈ രാശിയിൽ വരുന്നത് മകയിരം, തിരുവാതിര, പുണർതം എന്നീ നക്ഷത്ര ജാതകരാണ്. നിലവിൽ ഈ മിഥുനം രാശിക്കാർ കർമ്മമേഖലയുമായിട്ടുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ കൃത്യത പാലിക്കുവാൻ കഴിയാതെ വരിക, പറയുന്ന സമയങ്ങളിൽ ജോലികൾ തീർക്കാൻ കഴിയാതെ വരിക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സന്താനങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠ എന്നിങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് വരുന്നവരാണ് മിഥുന രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർതം എന്നീ നക്ഷത്രക്കാർ. മിഥുന രാശിക്കാർക്ക് 10ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളാണ് നിലവിലുള്ളത്. അതായത് കണ്ടക ശനി കാലഘട്ടം എന്ന് പറയും. അതേ 10ാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഉച്ചസ്ഥനായിട്ട് രാശി മാറി വരുന്നത്. മിഥുന രാശിക്കാർക്ക് 10ാം ഭാവം എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനമാണ്. ആയതുകൊണ്ട് തന്നെ കർമ്മമണ്ഡലം ഇനി പുരോഗതിയിൽ വരുന്നതായിരിക്കും. തൊഴിൽ സാധ്യതകളൊക്കെ വന്നു ചേരും. പുതിയ തൊഴിലവസരങ്ങൾ, വിദേശ ജോലി, പുതിയ ബിസിനസ്സുകൾ എന്നിവയൊക്കെ ചെയ്ത് എടുക്കുവാൻ സാധിക്കും. നിലവിലെ ബിസിനസ്സിൽ വളർച്ചകൾ ഉണ്ടാകും. തൊഴിലിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. ഇനി ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നതിൽ തർക്കമില്ല. മാതാപിതാക്കളുടെ അനുഗ്രഹവും സഹകരണവും ജാതകർക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് കന്നിരാശിയാണ്. ഈ കന്നിരാശിയിൽ വരുന്നത് ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്ര ജാതകരാണ്. ഈ ജാതകർക്ക് ശുക്രൻ 7ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ് ഈ ഒരു രാശി മാറ്റത്തിലൂടെ. കൂടാതെ 7ാം ഭാവം കളത്രഭാവമായിട്ടെടുക്കാം. അതിനാൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല നിലപാടുകൾ ഉണ്ടാകും. വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. നിലവിൽ പിരിഞ്ഞ് ജീവിക്കുന്ന ദമ്പതികൾക്ക് വീണ്ടും ഒരുമിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. കൂടാതെ സന്താന സൗഭാഗ്യം പ്രധാനമായും ഈ സമയത്തുണ്ടാകും. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുകയും സന്തോഷം, സൗഭാഗ്യം, ആഗ്രഹ സാഫല്യം, പലവിധ നേട്ടങ്ങൾ എന്നിവ വന്നു ഭവിക്കുകയും ചെയ്യുന്ന കാലമായിരിക്കും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തൊഴിൽ ഉന്നതിയും സാമ്പത്തിക നേട്ടവും വന്നു ചേരും. ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. സഹോദര സ്ഥാനം ബലമുള്ളതായി തീരും. ഭാഗ്യാധിപയും ധനകാരകനുമാണ് കന്നിരാശിക്കാർക്ക് ശുക്രൻ എന്ന് പറയുന്നത്. ആയതിനാൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുകൂല മാറ്റങ്ങൾ വന്നു ചേരുകയും ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് മകരം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്ര ജാതകരാണ്. ശുക്രൻ ഈ മാർച്ച് 2-ന് മീനം രാശിയിൽ ഉച്ചസ്ഥനായി വരുമ്പോൾ മകരം രാശിക്കാർക്ക് എന്തുകൊണ്ടും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. പ്രധാനമായും മാനസിക വിഷമങ്ങൾ മാറിക്കിട്ടുകയും പ്രവർത്തന തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു സമയം രോഗമുക്തി ലഭിക്കും. ഔഷധ സേവയിൽ ഗുണങ്ങളുണ്ടാകും. മകരം രാശിക്കാർക്ക് 3ാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത്. ഏത് കാര്യത്തിലും മുന്നിൽ നിൽക്കുവാൻ സാധിക്കും. കർമാധിപത്യനായ ശുക്രൻ നിങ്ങൾക്ക് സ്ഥിരമായൊരു കർമ്മമണ്ഡലം തുറന്നു തരും എന്ന് തന്നെ പറയാം. വിദേശ ജോലിക്ക് സാധ്യതയുണ്ട്. തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇപ്പോൾ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആശ്വസിക്കാവുന്ന ഒരു സമയമാണ്. ക്രയവിക്രയങ്ങളിൽ നിന്നൊക്കെ ലാഭവും വിജയവും പ്രതീക്ഷിക്കുക. സന്താനങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠ എല്ലാം മാറിക്കിട്ടും. കൂടാതെ സന്താനഭാഗ്യം വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലും അനുകൂല അവസ്ഥകൾ ഉണ്ടാകും എന്ന് പറയാം. തുടർന്ന് കുംഭം രാശിയാണ്. ഈ രാശിയിൽ വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകരാണ്. 2ാം ഭാവത്തിലാണ് കുംഭരാശിക്കാർക്ക് ശുക്രൻ രാശി മാറി വരുന്നത്. 2ാം ഭാവം എന്ന് പറയുമ്പോൾ ധനസ്ഥാനമാണ്. ആയതിനാൽ തന്നെ സാമ്പത്തികമായ ഉയർച്ചയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് ധനവരവുണ്ടാകും. നഷ്ടമായെന്ന് കരുതിയ ധനം അല്ലെങ്കിൽ ഭൂസ്വത്ത് എന്നിവ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. കുടുംബത്തിലെ ഗുരുജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ നല്ല മാറ്റങ്ങളുണ്ടാകും.
ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകും. പിരിഞ്ഞ് ജീവിക്കുന്നവർക്ക് ഒന്നിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും. നിലവിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കും. മാനസികമായിട്ടും സാമ്പത്തികമായും ശാരീരികമായും എല്ലാം നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വളരെ നല്ലൊരു സമയമാണ്. ഈ രീതിയിലായിരിക്കും മാർച്ച് 2-നുണ്ടാകുന്ന ശുക്രൻ്റെ രാശിമാറ്റത്തിലൂടെ 5 രാശിക്കാർക്ക് വരുന്ന ഗുണഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.